ഇതെന്താപ്പാ ഈ കപ്പയുടെ മൂട്ടിലെല്ലാം കല്ലൊക്കെ പറക്കി വെച്ചേക്കുന്നത്? പന്നിശല്യം കൊണ്ട് വെച്ചതാണ്. പന്നി ഒരു കാരണവശാലും കപ്പ നമുക്ക് തരികയില്ല. അപ്പോൾ അതിന് ഞാനിപ്രാവശ്യം കണ്ടൊരു വിദ്യയാണ്, കപ്പയുടെ മൂട്ടിൽ കുറേ കല്ലുകളും തടികളും എല്ലാം പിടിച്ച് വെച്ച് നമ്മൾ സംരക്ഷിച്ച് നോക്കുവാണ്. കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്രദം എന്ന് പറഞ്ഞ് ഏതായാലും നമ്മൾ ആ പരീക്ഷണം നമ്മുടെ വിജയിച്ചിട്ടുണ്ട്. പന്നി വന്ന് ഈ മൂടുകൾ എടുത്തിട്ടില്ല, നല്ല കല്ലുകൾ നോക്കി പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഭാഗം ഇങ്ങോട്ട് ഒരു ലൈൻ കപ്പയുണ്ടായിരുന്നു, അതിലൊരു 4-5 മൂടോളം പന്നി എടുത്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് കുറച്ച് കല്ല് പിടിച്ച് കപ്പയുടെ മൂട്ടിലൊന്ന് വെച്ച് നോക്കാം, ഒന്ന് പരീക്ഷിച്ച് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ 2 മൂട് അവശേഷിച്ചു. ആ മൂടുകൾ എന്തായാലും പന്നി എടുത്തിട്ടില്ല. എന്തായാലും അതിന് വിളവെടുത്ത് നോക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പ് നടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചീനിക്കമ്പ് നടുമ്പോൾ ഈ വണ്ണമുള്ള കമ്പുകൾ ഒരു കാരണവശാലും നടാൻ കൊള്ളത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ണമുള്ള കമ്പ് നട്ടാൽ കിളിക്കും, പക്ഷേ എങ്കിൽ വണ്ണമുള്ള കമ്പ് കിഴങ്ങ് പിടുത്തം പൊതുവേ കുറയുമെന്നാണ് പറയുന്നതെങ്കിലും ഇത് ഏകദേശം ഈ ടൈപ്പ് കമ്പാണ്. അതുകൊണ്ട് ഈ വണ്ണമുള്ള കമ്പുകളാണ് നടാനെ കൊണ്ട് പാകമുള്ള കമ്പുകൾ. അപ്പോൾ ഇതുപോലെ കണ്ണെടുപ്പമുള്ള കമ്പുകൾ, കഴിവതും കണ്ണെടുപ്പമുള്ള കമ്പുകളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നമ്മൾ ആ അടുപ്പം നോക്കി ഏകദേശം ഒരു അരയടി, ഒരു 6 ഇഞ്ച് വലുപ്പത്തിൽ ഏകദേശം നമ്മൾ അതിൻ്റെ കമ്പ് മുറിച്ചാണ് നമ്മൾ നടുന്നത്. കപ്പയെ ഏത് സീസണിലാണ് നടുന്നത്? കപ്പ നടുന്നത് മീനമാസത്തിലാണ് കപ്പ നടുന്നത്. പിന്നീട് കർക്കിടക മാസത്തിലും കപ്പ നടുന്നുണ്ട്. പൊതുവേ മീനമാസത്തിലാണ് ഏറ്റവും കൂടുതൽ കപ്പ നടുന്നത്. മീനമാസത്തിൽ നട്ട് അത് സാധാരണ ഉപയോഗിക്കുന്ന മീനമാസം, പിന്നീട് കർക്കിടക മാസത്തിലും കപ്പ നടും. നമുക്കിനിയേ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഈ കമ്പും കല്ലും ഒക്കെ എടുത്തൊന്ന് മാറ്റാവേ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതാണ് ഇത്ര വലിയ കാര്യം, ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ? സത്യമാണിത്. ചെറിയ രീതിയിൽ വീടുകളിലെ കൃഷി ചെയ്യുന്നവർക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതൊക്കെ പന്നി കൊണ്ടുപോയിരിക്കാൻ ഈ ഒരു വഴി നോക്കാം. പിന്നെ വലിയ രീതിയിൽ പാടങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ വിചാരിച്ച് ഇത്രയേ ഉള്ളൂ. ഏതായാലും നമ്മൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് അത് വിളയാറാകുമ്പോൾ മൊത്തം വന്ന് പന്നി കൊണ്ടുപോകാം. എന്തായാലും അവൻ ഇത്തവണ വരുമ്പോൾ അങ്ങനെ തിന്നുമൊന്നും വേണ്ട, ഇച്ചിരി കഷ്ടപ്പെട്ട് തന്നെ വേണം തിന്നിട്ടെന്ന് ഓർത്താണ് ഞങ്ങൾ ഈ വഴി ഉപയോഗിച്ച് നോക്കിയത്. മണ്ണെല്ലാം ഭയങ്കര കട്ടിയാണ്, അത് കിളച്ചിട്ട് വിട്ടുകൊള്ളുന്നില്ല. അങ്ങനെ ഉണ്ടെച്ചാൽ അത്യാവശ്യം നല്ല സൈസുള്ള കപ്പയാന്ന് തോന്നുന്നല്ലോ. നല്ല കപ്പയാന്ന് തോന്നുന്നു. വെട്ടുകൊള്ളുന്നുണ്ടല്ലേ? ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ മോനെ, ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. പിടിച്ചു വെച്ചു, ഇത് തന്നെ പൊക്കത്തില്ല. വെച്ചു എത്ര കിലോ കപ്പ കാണും അപ്പം? ഇതെങ്ങനെ പോലെ ഒരു 10 കിലോ കപ്പയെ കുറയത്തില്ല. നമുക്കിനിയേ അടുത്ത 1 മൂട് കപ്പയോടെ ഇങ്ങ് എടുക്കാവേ. ഇത് അധികം വെച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല, എപ്പോൾ വേണേലും പന്നി സാറ് വരാം. ഈ കപ്പ നടുന്നത്, നമ്മൾ ആദ്യം കപ്പ നടുന്നത് ചാണകപ്പൊടിയും ചാരമൊക്കെ ഇട്ട് നാട്ടുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ നമ്മൾ ചാണകപ്പൊടി ഇട്ടാണ് കപ്പ നടുന്നത്. അത് കഴിഞ്ഞിട്ട് കിളിച്ച് ഏകദേശം ചിക്ക എന്ന് പറയും, 1-ാം ചിക്കെന്ന് പറയും. ആ സമയമാകുമ്പോൾ നമ്മൾ വളമിട്ടിട്ട് എല്ലുപൊടി, ചാണകപ്പൊടി, എല്ലുപൊടി, സ്റ്റെറാമിലും കൂടെ കൂട്ടിയിളക്കി നമ്മളിട്ടാണ് നമ്മൾ ഈ വർഷം നമ്മൾ കപ്പ നട്ടത്. എങ്കിലും പ്രതീക്ഷനെക്കാട്ടും നല്ല വിളവ് ഈ കപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഈ കമ്പൊക്കെ വെട്ടി മാറ്റി വെക്കുന്നത് അടുത്ത സീസണിൽ നടാൻ വേണ്ടി കേട്ടോ. നമ്മളിത് എവിടെയെങ്കിലും തണലത്ത് സൂക്ഷിച്ചു പോകും കേട്ടോ. ഇത് വെയിൽ കൊണ്ടാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറയൊക്കെ വറ്റിപ്പോവും. കറ വറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കപ്പ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിളുക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മളിതേലും തണലത്ത് സൂക്ഷിച്ചു വെക്കും, നടുന്ന സമയമാകുമ്പോൾ മുറിച്ച് നടും. നമ്മുടെ അപ്പം ഇന്നത്തെ കപ്പ കൃഷിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും നല്ലൊരു കൃഷി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്